കേരളത്തിലെ ആശാവർക്കർമാർ കഴിഞ്ഞ 30 ദിവസമായി തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം അതൊരു അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ സമരത്തിൽ പാടെ അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇന്നലെയും ഇന്നുമായി നടത്തിയ ചർച്ചയിലൂടെ വേതന വർധനവ് നടപ്പിലാക്കാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു നേട്ടം തന്നെയാണ്. കാരണം ഈ കൊച്ചു കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഈ സമരം അത് രാജ്യത്തിൻ്റെ ആകെ സവിശേഷമായ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഇന്ന് രാജ്യത്തെ മുഴുവൻ ആശാവർക്കർമാർക്കും ഗുണം ചെയ്യുന്ന തരത്തിൽ ഒരു വേതന വർധനവിലേക്ക് വന്നിരിക്കുകയാണ്. ഈ നേട്ടത്തിൽ ഞങ്ങൾ വളരെ അഭിമാനം കൊള്ളുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാന സർക്കാർ വളരെ ഈ വേതനം നൽകാതിരിക്കുവാൻ വേണ്ടി ധാരാളം ന്യായങ്ങൾ പറയുകയും കേന്ദ്രമാണ് നൽകേണ്ടതെന്നും കേന്ദ്രം വിഹിതം നൽകിയില്ല എന്നുള്ള ഒരുപാട് പ്രത്യാരോപണങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ നേട്ടം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓണറേറിയം വർധനവും അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം നേടിക്കൊണ്ട് മാത്രമേ, ഇതിൻ്റെയൊക്കെ ഉത്തരവുകൾ നേടിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയുള്ളൂ. 17-ാം തീയതി സമ്പൂർണ്ണമായ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ നിരന്തരമായ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും അശ്ലീല പരാമർശങ്ങളും ഒക്കെ ചെയ്തിട്ടും യാതൊരു നടപടിയെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ് വീണ്ടും ആശാവർക്കർമാരെ പരിഹസിക്കുകയും ഒരു ചർച്ച പോലും നടത്താൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ജനങ്ങളുടെ അടുത്തു നിന്ന് മുഖം തിരിച്ചേക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 17-ാം തീയതി നടക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം. ആയിരക്കണക്കിന് ആശാവർക്കർമാർ പങ്കെടുക്കുന്ന ഉപരോധം തികച്ചും സമാധാനപരമായി നടത്തുന്നതായിരിക്കും. എന്നാൽ അവ ശക്തമായൊരു ഉപരോധം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.